കുറച്ച് പാചകമൊക്കെ ആയിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് കൂടിയാലോ? അപ്പോൾ ഈ വർഷം ഈ മാസം എൻ്റെ ബർത്ത്ഡേ മന്താണിത്. എനിക്ക് 27 വയസ്സാവും കേട്ടോ. 2019 എൻ്റെ ഡിഗ്രി പഠനം അവസാനിക്കുന്നത്. ഡിഗ്രി അങ്ങോട്ട് കഴിഞ്ഞോട് കൂടിയിട്ട് ക്ലാസ്സിലുണ്ടായിരുന്ന മെജോറിറ്റി ഫ്രണ്ട്സൊക്കെ പെട്ടെന്ന് ഒരു 6-8 മാസത്തിനുള്ളിൽ അങ്ങോട്ട് വിദേശത്തോട്ട് അങ്ങോട്ട് പോയി. നമ്മുടെ ഇടയിൽ ഭയങ്കര ചർച്ചയായിരുന്നു. അതായത് ഈ വിദേശത്തൊന്നും പോകാൻ തീരെ പ്ലാനിങ് ഇല്ലാത്തവരുടെ ഇടയിലുള്ളൊരു ചർച്ചയായിരുന്നു. എന്തപ്പോൾ ഈ കേൾക്കണേ, എല്ലാവരും എങ്ങോട്ട് പോണേ, നാട്ടിലൊന്നും ആർക്കും നിൽക്കണ്ടേ എന്നൊക്കെ. അന്നത് ഭയങ്കര കാര്യമായിട്ടൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ അവരായിരുന്നു ശരിയെന്ന് എപ്പോഴൊക്കെയോ എനിക്ക് തോന്നിയിട്ടോ. ഒരു 2-3 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ മാസ്റ്റേഴ്സൊക്കെ കഴിഞ്ഞ് പിന്നെ ജോലിക്കൊക്കെ കയറിയപ്പോഴാണ് നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോൾ ഇത്രയും സാലറി വെച്ചൊന്നും നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. ഹാപ്പി ഇൻ ദി സെൻസ് ഓരോരുത്തർക്കും ഓരോ പേഴ്സ്പെക്റ്റീവ് ആയിരിക്കുമല്ലോ. ഞാൻ ആഗ്രഹിച്ച കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കാൻ ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ സാലറി അതിനൊന്നും തികയില്ലായിരുന്നു. കാരണം ഞാൻ നാട്ടിൽ ജോലി ചെയ്യുന്ന ഒരു അക്കൗണ്ടൻ്റ് ആണ്. എങ്ങനെയാണ് എനിക്ക് അതിനുള്ള സാലറി ഒക്കെ കിട്ടുക? അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു കേട്ടോ എൻ്റെ ജീവിതം. പിന്നെയാണ് സൈഡായിട്ട് നമ്മൾ ഈ യൂട്യൂബ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ പാകത്തിന് ഇപ്പോൾ യൂട്യൂബ് എനിക്കൊരു നല്ല പ്ലാറ്റ്ഫോമാണ്. ശരിക്കും പറഞ്ഞാൽ എന്നെ ഇപ്പോൾ സ്വപ്നങ്ങൾ കൂടുതൽ കാണാൻ പ്രേരിപ്പിക്കുന്നത് ഞാൻ പഠിച്ച നേടിയ എൻ്റെ പ്രൊഫഷനല്ല, പകരം യൂട്യൂബാണ്. യൂട്യൂബ് എൻ്റെ പാഷനാണ്. ഈ പാഷനിൽ കൂടെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുക എന്ന് പറയണത് എത്ര അടിപൊളിയായിട്ടുള്ള കാര്യമാണല്ലേ. നമുക്കൊരിക്കലും മടുക്കില്ല. കാരണം പാഷൻ ജോലിയായി മാറുക എന്ന് പറയണത് ഇത്രയും വലിയൊരു ഹാപ്പിനെസ് വേറെ ഇല്ല അല്ലേ. ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിലും ഒരുപാട് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ നടന്നാലും നടന്നില്ലെങ്കിലും നമുക്ക് നമ്മളെക്കുറിച്ചൊരു പ്ലാനിങ് വേണമല്ലോ. അങ്ങനെ കാര്യമായിട്ട് കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഗ്യാസൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉണ്ടാക്കുന്നത് സോയാബീനാണ് കേട്ടോ. സോയാബീൻ ഫ്രൈ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് രമണ, നമ്മൾ നമ്മുടെ നാട്ടിൽ ഒരു എംപ്ലോയി ആയിട്ട് ഇരിക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ പാകത്തിനുള്ള സാലറി ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. ജോലിയോടൊപ്പം സൈഡായിട്ടൊരു ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുവാണെങ്കിൽ കിടിലനായിരിക്കും കേട്ടോ. എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാനിത് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളൊരു IT പ്രൊഫഷണലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നാട്ടിൽ തന്നെ നല്ല സാലറിയും കാര്യങ്ങളും പാക്കേജും ഒക്കെ കിട്ടും. ഈ ഇൻസ്റ്റഗ്രാമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെയൊക്കെ ലൈഫ് നമുക്ക് കാണാമല്ല കുറേയൊക്കെ. അപ്പോൾ അവരൊക്കെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന കാണുമ്പോൾ കുറച്ച് എഫേർട്ട് ഇട്ടാൽ നമുക്കും എന്തായാലും അതൊക്കെ പറ്റൂ കേട്ടോ.